ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉപ്പുമാവ് എല്ലാവർക്കും അറിയാവുന്നവർ വളരെ ഈസി ആയിട്ടുള്ളതാണല്ലോ നമ്മൾ ഉപ്പുമാവ്. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് എനിക്ക് ഇങ്ങനെ കുറച്ച് കുഴഞ്ഞിട്ടുള്ള നമ്മുടെ ഉടുപ്പി ബ്രാഹ്മിൺസ് ഹോട്ടലിലൊക്കെ കയറുമ്പോൾ കിട്ടുന്ന ഉപ്പുമാവാണ്. അപ്പോൾ കുറച്ച് ലൂസി ആയിരിക്കും, ഭയങ്കര ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ചട്നി അല്ലെങ്കിൽ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ്. ഞാൻ നിങ്ങളുടെ കനക പിള്ളை. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഗ്ലാസ് റവയ്ക്കാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ്സിന് ഒരു 50 ഗ്രാമെങ്കിലും കുറഞ്ഞത് വേണം കേട്ടോ വെളിച്ചെണ്ണ. അപ്പോൾ ചോദിക്കും, ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എന്താ ചെയ്യേണ്ടതെന്ന് അല്ലേ? പക്ഷേ വെളിച്ചെണ്ണ വില കൂടിയ സമയത്ത് നമ്മളിതിപ്പോൾ എന്നും കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നുമ്പം, ഞാൻ പറഞ്ഞില്ലേ ഈ ഹോട്ടൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള സാധനങ്ങൾ ചേർത്തിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതുകൊണ്ടാണ് സ്വാദില്ലാതെ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ കടുക് ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് ഉഴുന്ന് പരിപ്പ്, കടുകൊക്കെ പൊട്ടി വരുമ്പം കുറച്ച് കശുവണ്ടി പരിപ്പ് ചേർക്കുന്നുണ്ട്. കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. കടുക് പൊട്ടുന്ന വരെയാണ് നമ്മളിത് ഇട്ടേക്കാവുള്ളൂ. കാരണം അപ്പോഴത്തേക്ക് ഇതൊക്കെ നന്നായിട്ട് ഉഴുന്നൊക്കെ ചുമന്ന് കഴിഞ്ഞു കണ്ടോ. ഇതിൻ്റെ പരിപ്പും കടല ഇത് പൊട്ടിക്കഴിഞ്ഞു കടുക്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് എപ്പോഴും ഇങ്ങനത്തെ ഉപ്പുമാവുകളിൽ ശരിക്കും നമ്മൾ വട്ടത്തിലരിയുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ശരിക്കും നീളത്തിൽ തന്നെ അരിഞ്ഞിരുന്നത് കേട്ടോ, അതാണ് നല്ലത്. പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ നമ്മുടെ സവാള ഒരു ചെറിയൊരു സവാള ഫുള്ള് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റുക. സവാള ഒരുപാട് ചുവക്കരുത്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ചുവക്കാൻ പാടില്ല. ഒരു കറക്റ്റൊരു ഒരു ചില്ല് പോലെ വരില്ല, അതായത് ട്രാൻസ്പെറൻ്റ് എന്ന് പറയും, ആ രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർത്തോളണം. അപ്പം നമ്മളിവിടെ ചേർക്കുന്നത്, ഞാൻ കുറച്ച് ക്യാരറ്റും ബീൻസും കൂടെ ചേർക്കുന്നുണ്ട്. അത് ചോപ്പ് ചെയ്തെടുത്തിട്ടാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ കറിവേപ്പില കുറച്ചുള്ളതുകൊണ്ട് ഇതെല്ലാം ഒന്നിച്ചൊക്കെ ഇടാം. കുറേ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഓരോന്നിൻ്റെ 1 by 1 ആയിട്ട് ചേർക്കുക. എന്നാലും ഉള്ളിയുടെ പാകം മാറാതെ നോക്കണം. ഉള്ളിയുടെ ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ ഉപ്പുമാവിൻ്റെ ആകെ ടേസ്റ്റ് മാറും. ക്യാരറ്റ് ബീൻസൊന്നും ഒരുപാട് വേവണമെന്നൊന്നുമില്ല, അത് പതുക്കെ ആവിയിൽ വെന്ത് കിട്ടും. ഈ സമയത്ത് നമ്മൾ ഒരു ഗ്ലാസ് റവയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ 3 ഗ്ലാസ് വെള്ളം അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതായത് എണ്ണ കുറയും തോറും വെള്ളം കൂട്ടണം. മറ്റത് അവർ ഒരു ഗ്ലാസ് റവയ്ക്ക് ചിലപ്പോൾ 1 ഗ്ലാസ് വരെ എണ്ണ ഒഴിക്കുന്നുണ്ടാവും. നമുക്കത് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു 3 ഗ്ലാസോളം വെള്ളം വെച്ചേക്കുക. നമ്മളിതിലേക്ക് ഇത്ര മതി, ഒരുപാട് മൂക്കാൻ നിൽക്കണ്ട. നമ്മൾ റവ ചേർക്കുകയാണ്. റവ ചേർത്തിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പതുക്കെ ഫ്ലെയിം വളരെ ലോ ആക്കിയിടണം. ഈ റവയുടെ വറവും ഒരു ഇതാണ് ഇതിനകത്ത് കേട്ടോ. റവ ഒരുപാട് ഇങ്ങനെ വറുത്ത് ഒരുപാട് പെട്ടെന്ന് വറുക്കരുത്. റവ ചെറു തീയിലിരുന്ന് പതുക്കെ ചൂടായി വരാനേ പാടുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഈ റവ വറുക്കുന്ന സമയത്ത് തന്നെ ഈ ഉപ്പുമാവിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അളവിന് നമ്മൾ ഇട്ടോളുക. ഞാനൊരു കൈക്കണക്കാണ്. ഇല്ല ഇനി ഉപ്പ് നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് കുറവാണെന്ന് തോന്നി അപ്പോൾ ലേശം ഉപ്പ് പൊടി ഇട്ട് ഇളക്കിയാലും മതി. ഉപ്പ് നമ്മൾ ചേർത്തു. ഇനി ഇതിനകത്തേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ, അധികം വേണ്ട, ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ഷുഗർ കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ പതുക്കെ ഇത് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റെങ്കിലും ഇത് വറുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളച്ച് വരും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തത്.
ചിലവർ കടല എണ്ണ, ഇപ്പോൾ ഉടുപ്പി ഹോട്ടലിലൊക്കെ കടല എണ്ണയൊക്കെയാണ് അധികം യൂസ് ചെയ്യാറ് അവർ. നമുക്കതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടമാവുമെന്ന് അറിയില്ല, എങ്കിലും ചില സ്ഥലങ്ങളിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം എന്നുള്ളൂ. ഇതിലേക്ക് ഈ വെളുത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, കണ്ണെഴുതാത്ത പെൺകുട്ടികൾ അപ്പോൾ എണ്ണയുടെ അളവ് കൂടുമ്പം വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. ആ എണ്ണയുടെ അതിൽ വരുമല്ലോ. ഇതിപ്പം നമ്മൾ കുറച്ച് എണ്ണ കുറച്ചിട്ടാണ് ചേർത്തിട്ട്. ഇനി നമ്മൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സമയത്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പം ഞാനൊന്ന് നോക്കട്ടെ. ലേശം കൂടെ വേണമെങ്കിൽ ഇടാമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഇപ്പോഴും കുറച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, ലോ ഫ്ലെയിമിലാണേ. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ചേർക്കുകയാണ്. നെയ്യില്ലാതെ എന്ത് ഉടുപ്പി ഉപ്പുമാവാ അല്ലേ? അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മൾ കാണുമ്പോൾ ഒരുപാട് എണ്ണ ഉണ്ടെന്നൊക്കെ തോന്നുമെങ്കിലും വളരെ കുറവാണ് കേട്ടോ അപ്പം ഞാൻ ചേർത്തത്. ഇനി ഇത് ഇപ്പം കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. നമ്മൾ കുറേ സമയം ഇരുന്നിട്ടൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അതെനിക്ക് തോന്നണത് ഇങ്ങനെ സെറ്റാവാതിരിക്കാനാണെന്ന് തോന്നുന്നു. നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു പാകത്തിനാണ്. കണ്ടോ, ഇങ്ങനെ നമ്മൾ പാത്രത്തിൽ വെക്കുമ്പം സ്പൂൺ വെച്ച് കഴിക്കാൻ പാകത്തിനാണ് കിട്ടേണ്ടത്. നമ്മൾ എണ്ണ കൂടുതലൊഴിച്ച് ചെയ്യുമ്പം ആ ഉപ്പുമാവ് കുറച്ചങ്ങ് ചൂടാക്കുമ്പം നല്ല ലൂസായിട്ട് വരും. അതാണ് പ്രത്യേകത. നമ്മൾ വെള്ളത്തിൽ തന്നെ വേവിക്കുമ്പോൾ സെറ്റായി പോകും. ഇതൊക്കെ എൻ്റെ ചെറിയ ചെറിയ അറിവുകളാണ് കിട്ടണത് കേട്ടോ, വലിയ അറിവൊന്നും അല്ലെങ്കിലും. അപ്പം നമ്മുടെ ഉപ്പുമാവ് കൂടെ റെഡിയായി കഴിഞ്ഞു. ലേശം ഫ്ലെയിം കുറച്ചിട്ട് തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ റവ വേവുള്ളൂ, അതുപോലെ തന്നെ കുറച്ച് ടേസ്റ്റും ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് തീയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ ആരും നോക്കരുത്. ഇപ്പോൾ നമ്മൾ ഇത്രയും എണ്ണ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് നമ്മൾ ഇനി തേങ്ങ ഒന്നും ചേർത്ത് ഒരുപാട് ഹെവി അങ്ങോട്ട് ആക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് കൂടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചൂടോടെ കഴിക്കണം. ഉപ്പുമാവൊക്കെ എപ്പോഴും ചൂടോടെ കഴിക്കാൻ നല്ലത്. അതാ നോക്കിയേ, നമ്മുടെ സൂപ്പർ ഉപ്പുമാവ് കൂടെ റെഡിയായി കഴിഞ്ഞു. നമ്മളിതാ സ്പൂൺ വെച്ചിട്ട് ചട്നിയിലോ സാമ്പാറിലോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്ന നല്ല ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സഹായിക്കണം കേട്ടോ.